എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ കളർഫുള്ളാണ്. കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം മുളക് എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മുളകാണ്, ഒട്ടും എരിവില്ലാത്ത മുളകാണ്. ബജിയ തയ്യാറാക്കാൻ എടുക്കുന്ന മുളകാണ്. അത് പഴുത്ത മുളകാണ്, ഈ സീസണിൽ കിട്ടുന്ന മുളകാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ ഞാൻ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ഉലുവയിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് വറുത്ത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മോയ്സ്ചറൊന്നും നമുക്കൊന്ന് മാറ്റി എടുത്താൽ മതി. നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചൂടായിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയാണ്. മല്ലി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കലോഞ്ചി അല്ലെങ്കിൽ കരിഞ്ചീരകമാണ്. ഇത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് രണ്ടും സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നത്, ഇത് ജീരകത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമുക്കിത് സെപ്പറേറ്റ് നമ്മളിത് ചൂടാക്കി എടുത്തിട്ടുള്ളത്. ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൗഡർ ഫോമിൽ നമുക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ച് എടുക്കുന്നുണ്ട്. നമുക്ക് പൊടിച്ചെടുത്ത പൗഡർ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നമുക്കിനി മസ്റ്റർഡ് സീഡാണ് വേണ്ടത്. യെല്ലോ മസ്റ്റർഡ് സീഡാണ്. ഇത് കയ്യിലില്ലെങ്കിൽ കടുക് എടുത്താൽ മതി. കടുക് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ സീഡ് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് എണ്ണയാണ്. ഇത് ഞാൻ മസ്റ്റർഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വേറെ ഏത് എണ്ണ എടുത്താലും മതി. ഞാനിത് ഒന്ന് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ എണ്ണ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ഇട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന മസ്റ്റർഡ് സീഡും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള മസാലകളും ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1 ടീസ്പൂൺ ആംചൂർ പൗഡർ, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത മസാല നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വൈറ്റ് വിനീഗർ. അത് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചു കൊടുക്കാനല്ല, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അരഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ ബട്ടൺ ഒന്ന് ലെഫ്റ്റിലോട്ടൊന്ന് തിരിച്ചിട്ട് പെട്ടെന്ന് അത് ഓഫ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അരഞ്ഞു പോകുന്ന പേടിയുള്ളവർക്ക് നമുക്കല്ലാതെ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന എണ്ണയിൽ നിന്ന് ഒരു 4 ടീസ്പൂൺ എണ്ണ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുളക്, തണ്ടൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിരുന്ന മുളകാണ്. ഇതെടുത്ത് നമുക്കതിൻ്റെ സെൻറ്ററിലൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനുള്ളിൽ സീഡുണ്ട്. സീഡ് എടുത്ത് കളയണം എന്നുള്ളവർക്ക് അതെടുത്ത് കളയാം. ഞാനിപ്പോൾ ഇത് എടുത്ത് കളയുന്നില്ല, ചെറിയ എരിവേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് സീഡ് എടുത്ത് കളയുന്നില്ല. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള മുളകളെല്ലാം ഇതേ രീതിയിൽ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിതിലേക്ക് മസാല നിറച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല ഇതിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് മുളകച്ചാർ. മുളകച്ചാർ തയ്യാറാക്കിയിട്ടില്ലാത്തവരെല്ലാം ഇതേലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് വളരെ ടേസ്റ്റിയാണ്. ഈ മസാല നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മസാല ആയതുകൊണ്ട് തന്നെ ഭയങ്കര മണമാണ്. ഇവിടെ അങ്ങ് നിൽക്കാൻ വയ്യാത്തത്ര മണമാണ്. ഈ അച്ചാർ ഇത് മതി നമുക്ക് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ. ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ഞാൻ ഇതേപോലെ ബാക്കിയുള്ള മുളകിലും മസാല നിറച്ച് വയ്ക്കുന്നുണ്ട്.
നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഈ എല്ലാ മുളകും ഇതേ രീതിയിൽ ഒന്ന് നിറച്ച് കൊടുക്കാം. നമ്മുടെ ചാനൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുളക് ഞാനൊരു ബോട്ടിലേക്ക് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും നനവില്ലാത്ത ബോട്ടിലായിരിക്കണം, വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുത്ത ബോട്ടിലായിരിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുളക് കലക്കി വെച്ചിരുന്ന എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റെഡ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു കളറൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല കളറും കിട്ടും, റെഡ് കളറ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ചു വെച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ വെച്ചിട്ട് നമ്മളിത് വെയിലിൽ വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു 3-4 ദിവസം നല്ല വെയിലുള്ളടുത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറേ കാലം ഇത് കേടാകാതെ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ വെയിലിൽ അങ്ങനെ വെക്കാൻ സൗകര്യമില്ലാത്തടത്ത് വീട്ടിൽ തന്നെ വെയിൽ അങ്ങനെ വെച്ചാൽ മതി. എൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ബോട്ടിലൊന്ന് തിരിച്ചു കൊടുക്കണം. ഞാൻ ഇതേ രീതിയിൽ പച്ചമുളകും ഇതേ രീതിയിലൊന്ന് മസാല നിറച്ച് കൊടുത്തിട്ട് അങ്ങനെ അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ഏത് മുളകും നമുക്കിങ്ങനെ അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഇതേ രീതിയിൽ മസാല സെയിമാണ്. ഞാനിതിൽ മുളക് പൊടിയൊന്നും കലക്കിയിട്ടില്ല. മുളക് സാധാരണ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 2 രീതിയിലുള്ള അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയതാണ്. ഇപ്പോൾ ഇത് കഴിക്കാൻ റെഡിയാണ്. റെഡ് കളറിലുള്ള മുളക്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.